സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അക്കിലീസ് ടെൻഡനൈറ്റിസിനെ പറ്റിയിട്ടാണ്. അക്കിലീസ് ടെൻഡനൈറ്റിസിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് അക്കിലീസ് ടെൻഡൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അക്കിലീസ് ടെൻഡൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കാഫ് മസിലിനെ ഹീലിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണ് അക്കിലീസ് ടെൻഡൻ എന്ന് പറയുന്നത്. ഈ അക്കിലീസ് ടെൻഡനൈറ്റിസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്ട്രെയിൻ കൊണ്ടോ ഓവർ യൂസ് കൊണ്ടോ അതുപോലെ തന്നെ നമ്മൾ സഡൻ ഇൻക്രീസ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊണ്ടും നമുക്ക് ഈ ഒരു അക്കിലീസ് ടെൻഡനൈറ്റിസ് ഉണ്ടാവാം. അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിയിൽ നമ്മൾ മെയിൻ ആയിട്ടും പറയുന്നത് ESWT അഥവാ എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ് തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടാണ്. എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഹൈ ഇമ്പാക്ട് ആയിട്ടുള്ള ഷോക്ക് വേവ്സിനെ നമ്മൾ ഇഞ്ചേർഡ് സൈറ്റിലേക്ക് നമ്മൾ കടത്തിവിട്ട് അവിടെ ഇഞ്ചേർഡ് ഏരിയയിലെ ഹീലിംഗിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കേശവദാസപുരം റോയൽ ഓർത്തോ കെയറുമായി സമീപിക്കും. ടെന്നീസ് എൽബോ അഥവാ കൈമുട്ട് വേദന എന്ന് പറയുന്നത് വെരി കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. നമ്മുടെ കൈമുട്ടിന്റെ പുറം ഭാഗത്തായിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. മസിലിന്റെ ഓവർ യൂസ് കൊണ്ടോ മസിലിന്റെ സ്ട്രെസ് കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടുമാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. മസിലിന്റെ ഓവർ യൂസ് എന്ന് പറയുമ്പോൾ മസിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നടന്ന് ഓവർ യൂസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കാർപ്പൻട്രി, പെയിന്റിംഗ്, ടൈപ്പിംഗ് പോലുള്ള ജോബ്സിലും അതുപോലെ തന്നെ ടെന്നീസ് പ്ലേയേഴ്സ് നമുക്കിത് കൂടുതലായിട്ട് കണ്ടുവരുന്നു. വീട്ടമ്മമാരിലും നമുക്കിത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ ഒരു കണ്ടീഷൻ ടെന്നീസ് പ്ലേയേഴ്സിൽ ഒത്തിരി കണ്ടുവരുന്നത് കൊണ്ടാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന ഒരു പേരും ഡിറൈവ് ചെയ്യുന്നത്. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്: കൺവെൻഷണൽ ഫിസിയോതെറാപ്പി ആൻഡ് അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി. കൺവെൻഷണൽ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ മോർ ഫോക്കസ്ഡ് ഓൺ എക്സസൈസ് തെറാപ്പി അതുപോലെ തന്നെ ഇലക്ട്രോ തെറാപ്പി, നമ്മളുടെ പെയിനും ഇൻഫ്ലമേഷനും പറയാനുള്ള പെയിൻ മൊഡാലിറ്റീസ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മുടെ കൺവെൻഷണൽ ഫിസിയോതെറാപ്പി പോകുന്നത്. കൂടാതെ ഡ്രൈ നീഡ്ലിംഗ് പോലുള്ള മെത്തേഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നു. അഡ്വാൻസ്ഡിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ് തെറാപ്പി അല്ലെങ്കിൽ ESWT എന്ന് പറയുന്നത് നമ്മുടെ ഷോക്ക് വേവ്സിനെ ഇഞ്ചേർഡ് സൈറ്റിലേക്ക് കടത്തിവിട്ട് അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും, ഹീലിംഗ് സോഫ്റ്റ് ടിഷ്യൂ ഡാമേജസിനെയൊക്കെ ഹീൽ ചെയ്യുകയും ഹീലിംഗിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ESWT എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കേശവദാസപുരം റോയൽ ഓർത്തോ കെയറുമായി ബന്ധപ്പെടും. പഴമക്കാർ പറയാറുണ്ട് കർക്കിടക മാസത്തിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന്. കഴുത്തുവേദന, കൈവേദന, കാൽവേദന, എന്താ നിങ്ങൾക്കുമുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും? എന്നാൽ പോന്നോളൂ റോയൽ ഓർത്തോ കെയറിലേക്ക്. കർക്കിടക മാസത്തോടനുബന്ധിച്ച് അപ് ടു 30% ഡിസ്കൗണ്ട് ഇവിടെ അവൈലബിൾ ആണ്. റീഹാബിലിറ്റേഷനും റീജനറേഷനും കമ്പൈൻ ചെയ്തിട്ടുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ എന്തായാലും ഈ കർക്കിടക മാസം നിങ്ങൾ ചികിത്സയ്ക്കായി വിനിയോഗിക്കൂ. എൻ്റെ പേര് ബബിത് രാജ് എന്നാണ്. കൊല്ലം പരവൂരിൽ നിന്നാണ് ഈ സ്ഥാപനത്തിൽ വന്നത്. 15-ാം തീയതി എൻ്റെ കാല് ഒരു തകട് കൊണ്ടതിൻ്റെ ഫലമായിട്ട് മുറിഞ്ഞതാണ്. കഴിഞ്ഞ 18 കൊല്ലമായിട്ട് ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. ആ മുറിവ് ലോക്കൽ ഹോസ്പിറ്റലുകളിൽ കൊല്ലത്തും പരവൂരും ഒക്കെ കാണിച്ചിട്ട് ഉണങ്ങാതായതിന് ഫലമായിട്ടാണ് ഇവിടെ വന്നത്. നമ്മുടെ ഈ സെന്ററിൽ വിപുലമായ രീതിയിൽ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി, കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്ലാസ്മ തെറാപ്പി, ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി കൂടാതെ തന്നെ അഡ്വാൻസ് രീതിയിലുള്ള ഡ്രസ്സിങ്ങും വൂണ്ട് കെയറും ചെയ്യുന്നതാണ്. ഞങ്ങൾ നൂറുകണക്കിന് ആംപ്യൂട്ടേഷൻ പറഞ്ഞ പേഷ്യന്റിനെ രക്ഷിക്കുകയും ഒരു മുറിവ് ഉണക്കിയെടുക്കുമ്പോൾ ഒരു ജീവൻ രക്ഷിക്കുന്നതും ഭാവി തന്നെ പുനഃസ്ഥാപിക്കുന്നത് പോലെയാണ്. ഡോക്ടർ രാജേഷ് മേൽനോട്ടത്തിലുള്ള ചികിത്സയിൽ CAPD ട്രീറ്റ്മെന്റ് ആണ് നാളിതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില മുറിവുകൾ തുടക്കത്തിൽ ചെറുതായിരിക്കും, വലിയ ഗൗരവമുള്ളതായിട്ടും നമുക്ക് തോന്നിയേക്കില്ല. ട്രീറ്റ്മെന്റ് നമ്മൾ കറക്റ്റായി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മുറിവുകൾ വലുതാകാൻ ചാൻസസ് ഉണ്ട്. കണങ്കാലിൽ അല്ലെങ്കിൽ കാലിന്റെ ഉള്ളിൽ വരുന്ന മുറിവുകൾ ഡയബറ്റിക് പേഷ്യൻസിന് പെയിൻ സെൻസേഷൻസും വളരെ കുറവായതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള മുറിവുകൾ ശ്രദ്ധിക്കില്ല. പക്ഷെ പിന്നെ ഒരു സമയത്ത് ഇത് വളരെ മോശാവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള മുറിവുകൾ അവിടെ ഉള്ളതായിട്ട് തന്നെ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. നമ്മുടെ പല പേഷ്യൻസിനും മുറിവുകളെല്ലാം സ്റ്റാർട്ട് ആവുന്നത് ചെറിയൊരു കുമിളയായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു കട്ടായിട്ടോ ഈ നെയിലൊക്കെ വരുന്നൊരു ഇൻഫെക്ഷൻ ആയിട്ടോ ഒക്കെ ആയിരിക്കാം. നമ്മുടെ റോയൽ കെയർ എന്നുള്ള സെന്ററിൽ പല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും പരീക്ഷിച്ചതിന് ശേഷവും ഉണങ്ങാത്ത മുറിവുകളെയാണ് കൂടുതലായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എവിഡൻസ് ബേസ്ഡ് ആയിട്ട് മുന്നേയുള്ള സയന്റിഫിക് പഠനങ്ങളുടെ ബേസിസിൽ ഉള്ള പല ചികിത്സാ രീതികളും ഇവിടെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട്സ് നമുക്ക് കിട്ടുകയും ഇത്തരത്തിലുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. വളരെയധികം ഫലവത്തായി നല്ല രീതിയിൽ ഉണങ്ങി വരികയാണ്. റോയൽ വൂണ്ട് കെയറിൽ ഇതുപോലുള്ള ചികിത്സയ്ക്ക് വളരെ ഫലവത്താണെന്നാണ് എൻ്റെ അഭിപ്രായം. നീയും ആങ്കിളും പോലെ ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ജോയിന്റ് അല്ല ഹിപ്പ് ജോയിന്റ്. അഗെയിൻ പ്രസന്റേഷൻ, നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇൻസ്റ്റബിലിറ്റി, സുഖമില്ലായ്മ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്കൂട്ടറിൽ കയറാൻ പറ്റത്തില്ല, കാല് ഗിയറിൽ അല്ലെങ്കിൽ ക്ലച്ചിൽ ചവിട്ടാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. സ്പൈൻ റിലേറ്റഡ് സർജറി വളരെ ലിമിറ്റഡ് ആണ് ആക്ച്വലി. ഒബിസിറ്റി ആൻഡ് അബ്ഡോമിനൽ ഫാറ്റ് കാരണം ഉള്ള മസിൽസിന്റെ വീക്ക്നെസ് കാരണം സ്പൈനൽ സ്ട്രെയിൻ ആണ് ഏറ്റവും കോമൺലി ഉണ്ടാകുന്നത്.
റെഗുലർ ആയിട്ടുള്ള സ്പൈനൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാത്ത ആരിലും ഉണ്ടാകാവുന്ന ഒരു ഇഞ്ചുറി പാറ്റേൺ ആണ് സ്പൈനൽ പ്രോബ്ലംസ് ഓഫ് സ്പൈനൽ ഇഞ്ചുറി പാറ്റേൺ. നൗ അഗെയിൻ അപ്പർ ലിം ജോയിൻസിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പർ ലിം ജോയിൻസിൽ ആദ്യം വരുമ്പോഴത്തേക്ക് ഷോൾഡർ ഇഞ്ചുറി. വളരെ കോമൺലി കാണുന്ന ഷോൾഡർ ഇഞ്ചുറി നമ്മുടെ മസിലിന് അല്ലെങ്കിൽ ഷോൾഡറിലുള്ള റൊട്ടേറ്റർ കഫ് ഗ്രൂപ്പ് ഓഫ് മസിൽ, ഷോൾഡറിന്റെ എല്ലാ രീതിയിലുള്ള മൂവ്മെന്റും, ഷോൾഡർ ഇസ് എ പോളിയാക്സിൽ ജോയിന്റ്, 360 ഡിഗ്രി ഓർ 720 ഡിഗ്രി റൊട്ടേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോയിന്റ് ആണ് ഷോൾഡർ ജോയിന്റ്. ഇതിന് സാധ്യമാക്കുന്ന 4 സെറ്റ് ഓഫ് മസിലാണ് റൊട്ടേറ്റർ കഫ് മസിൽ, സുപ്രാസ്പൈനോട്ടസ്, ഇൻഫ്രാസ്പൈനോട്ടസ്, ടെറസ് മൈനസ് ആൻഡ് സബ്സ്കാപ്പുലാരിസ്. ഈ മസിൽസിന് ഉണ്ടാകാവുന്ന ഇഞ്ചുറിയാണ് നമ്മൾ കളക്റ്റീവ്ലി റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്ന് വിളിക്കാം. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ് വളരെ കോമൺലി സംഭവിക്കുന്നത് അഗ്രസീവ് സ്പോർട്സ് ആയിട്ടുള്ള ബാഡ്മിന്റൺ ആസ് വെൽ ആസ് ക്രിക്കറ്റിൽ ബോളിംഗ് ആക്ഷൻ ആൻഡ് ഈ പറയുന്ന പോലെ ബാസ്കറ്റ് ബോൾ ഓർ വോളിബോൾ കോമൺലി പാറ്റേൺ ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറിയാണ് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മെറ്റാടാർസാൽജിയ എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റിയിട്ടാണ്. മെറ്റാടാർസാൽജിയ എന്ന് പറയുന്നത് നമ്മുടെ ബോൾ ഓഫ് ദി ഫുട്ട് അല്ലെങ്കിൽ കാൽപാദങ്ങളിൽ വരുന്ന ഒരു നീർക്കെട്ട്, ഇൻഫ്ലമേഷനെയാണ് നമ്മൾ മെറ്റാടാർസാൽജിയ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും ഈ ഒരു കണ്ടീഷൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത് അൺസപ്പോർട്ടീവ് ആയിട്ടുള്ള ഫുഡ് വെയർസ് യൂസ് ചെയ്യുമ്പോൾ, ലൈക്ക് പോയിന്റഡ് ആയിട്ടുള്ള ഹീൽസ് യൂസ് ചെയ്യുമ്പോൾ, ഒത്തിരി നേരം വെയിറ്റ് ബെയർ ചെയ്ത് നിൽക്കുമ്പോൾ, അതുപോലെ ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടും ഈ ഒരു കണ്ടീഷൻ വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് രീതികൾ പറയാനാണെങ്കിൽ പെയിൻ മാനേജ്മെന്റിന് വേണ്ടി അൾട്രാസൗണ്ട്, ടെൻസ് പോലുള്ള മൊഡാലിറ്റീസും അതുപോലെ തന്നെ ഫേഷ്യ റിലീസിന് വേണ്ടി MFR ടെക്നിക്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അഡ്വാൻസിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ് തെറാപ്പി അഥവാ ESWT എന്ന് പറയുന്ന ഒരു ആധുനിക ചികിത്സാ രീതിയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഷോക്ക് വേവ്സിനെ നമ്മൾ ഇഞ്ചേർഡ് സൈറ്റിലേക്ക് കടത്തിവിട്ട് അവിടെ ഒരു മൈക്രോ ട്രോമ ഉണ്ടാക്കി അവിടുത്തെ ഹീലിംഗിനെ ഫാസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കേശവദാസപുരം റോയൽ ഓർത്തോ കെയറുമായി സമീപിക്കും. എൻ്റെ പേര് ജൂഡി ജേക്കബ്. എനിക്ക് ഭയങ്കര നടുവേദനയായിട്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ചെയ്ത് പല സ്ഥലങ്ങളിൽ പോയി, വീഴ്ചയിലെ മറ്റേത് വർഷമെല്ലാം ചെയ്തു, പക്ഷെ ഒട്ടും ശരിയായില്ല. അവസാനം പേപ്പറിൽ കണ്ടാണ് ഈ സ്ഥാപനത്തെ പറ്റി അറിഞ്ഞത്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് 20 ദിവസമാണ് പറഞ്ഞത്. 20 ദിവസം ചെയ്തിട്ട് വളരെ ഭേദമുണ്ട്, വേദനയ്ക്ക് കുറവുണ്ട്. ചെയ്തെന്നവർക്കെല്ലാം ഡോക്ടർമാർക്ക് എല്ലാവരും നല്ല സഹകരണവും സ്നേഹമായിരുന്നു. അതിൽ പ്രത്യേകം നന്ദി. സന്ധി സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ കാരണം ബുദ്ധിമുട്ടുന്നവരാണ് ആബാലവൃദ്ധം ജനങ്ങൾ. നിത്യേന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ട അവസ്ഥ, ഇല്ലെങ്കിൽ വേദന വരും എന്നുള്ള പേടി കാരണമുള്ള മാനസിക സമ്മർദ്ദം, ഇതെല്ലാം സന്ധി സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളുടെ പരിണാമ ഫലം തന്നെയാണ്. ഒരു കാലത്ത് നമുക്ക് സന്ധി സംബന്ധമായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേദന സംഹാരി ഓർ ശസ്ത്രക്രിയപരമായി അതിനെ നേരിടുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ്. AI ടെക്നോളജിയുടെ ലെവൽ വരെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നു നിൽക്കുമ്പോൾ പുനർജീവന ചികിത്സ ഇൻ ഓർത്തോപെഡിക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലമാണ്. സെൽ റിപ്പയർ ആൻഡ് റീജനറേഷൻ തെറാപ്പി അഥവാ CRT എന്ന് പറയുന്നത് ജർമ്മൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു ആധുനിക ചികിത്സാ രീതിയാണ്. വിത്തൗട്ട് ദി യൂസേജ് ഓഫ് എനി ഡ്രഗ്സ്, ഇഞ്ചെക്ഷൻസ് ഓർ സർജറി നമ്മുടെ ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഡാമേജ്ഡ് ആയ കാർട്ടിലേജിനെ നാച്ചുറലായിട്ട് പുനരുജ്ജീവിപ്പിക്കുന്ന ചികിത്സാ രീതിയാണ് CRT എന്ന് പറയുന്നത്. വളരെ കോമൺലി കാണുന്ന നമ്മുടെ കോശങ്ങൾ എടുത്തിട്ടുള്ള തെറാപ്പി PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, SCP, സൂപ്പർ കോൺസെൻട്രേറ്റഡ് പ്ലാസ്മ, GFC, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റഡ് പ്ലാസ്മ, നമ്മുടെ തന്നെ ശരീരത്തെ ബ്ലഡിന്റെ അകത്തുനിന്നിട്ട് കോശങ്ങളിൽ നിന്നും പ്ലാസ്മ സെൽസിനെ ഐസൊലേറ്റ് ചെയ്ത് ഗ്രോത്ത് ഫാക്ടറും ആഡ് ചെയ്തുകൊണ്ട് ഏത് ജോയിന്റ് ആണോ നശിച്ചിരിക്കുന്നത് ആ ജോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ അവിടെ ഈ കോശങ്ങളെ എത്തിക്കുന്നതിൽ നിന്നും നശിച്ചുകൊണ്ടിരിക്കുന്ന ജോയിന്റ്സ് അഥവാ സന്ധി അഥവാ തരുണാസ്ഥി പുനർജീവനത്തിന് ഒരു ഓപ്ഷൻ കൊടുക്കുന്നതാണ് മേൽപ്പറഞ്ഞ ഏത് ഫോം ഓഫ് ട്രീറ്റ്മെന്റിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. സിവിയർ കണ്ടീഷൻസിന് നമുക്ക് സിംഗിൾ മൊഡാലിറ്റി തെറാപ്പീസ് മാത്രം സഫീഷ്യൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കേസസിന് നമ്മൾ 360 ഡിഗ്രി മൾട്ടി മോഡൽ അപ്രോച്ചസ് വളരെയധികം നീഡഡ് ആണ്. കോൺസെൻട്രേറ്റഡ് പ്ലാസ്മ തെറാപ്പി, അതുപോലെ തന്നെ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റഡ് പ്ലാസ്മ തെറാപ്പി, നമ്മൾ അഡ്വാൻസ്ഡ് വെൽനസ് തെറാപ്പീസും അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് റിഹാബിലിറ്റേഷൻ പ്രോഗ്രാംസുമായിട്ട് മിക്സപ്പ് ചെയ്തിട്ട് കോമ്പിനേഷൻ തെറാപ്പി പോലെയാണ് ഇവിടെ നൽകുന്നത്. ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ തെറാപ്പീസ് നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട്സും അതുപോലെ തന്നെ ലോങ് ടൈം റിക്കവറിയുമാണ് നൽകുന്നത്.
അനന്തപുരിയുടെ ഹൃദയഭാഗമായ കേശവദാസപുരത്ത് പ്രവർത്തിക്കുന്ന റോയൽ ഓർത്തോ കെയർ എന്ന ഈ യൂണിറ്റിൽ പേഷ്യന്റിന് എന്താണ് ആവശ്യം എന്നുള്ളൊരു മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ് നമ്മൾ മുഖ്യമായി കണക്കാക്കുന്നത്. അതിൽ 90 മുതൽ 95% രോഗികളിലുള്ള അസ്ഥി സംബന്ധമായിട്ടുള്ള കണ്ടീഷൻസ് എങ്ങനെ ഓപ്പറേഷൻ കൂടാതെ ചികിത്സ ലഭ്യമാക്കിക്കൊണ്ട് നല്ലൊരു റിസൾട്ട് രോഗത്തിൽ നിന്നും വിമുക്തരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. ഏറ്റവും കോമൺലി കണ്ടുവരുന്ന ജോയിന്റ് ഇഞ്ചുറി നീ ജോയിന്റ് ഇഞ്ചുറിയാണ്. ടർഫിൽ ഫുട്ബോൾ കളിക്കുമ്പം അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുമ്പം റണ്ണിങ് ട്രാക്കിൽ ട്രെഡ്മില്ലിൽ അതേപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പം ജിമ്മിൽ സ്ക്വാറ്റ് ലെഗ് എക്സസൈസ് ചെയ്യുമ്പം വളരെ കോമൺലി ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറി പാറ്റേൺ അഫക്റ്റ് ചെയ്യുന്ന ഒരു ജോയിൻ്റാണ് നീ ജോയിൻറ്റ്. അതിലൊന്ന് ACL ഇഞ്ചുറി, ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെന്റ് ഇഞ്ചുറി, 2 മെനിസ്കൽ ഇഞ്ചുറി അല്ലെങ്കിൽ മുട്ടിൻ്റെ അകത്തെ വാഷറിനുണ്ടാകുന്ന ഇഞ്ചുറി. ഈ 2 ഇഞ്ചുറീസിൻ്റെയും പ്രസൻറ്റേഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിനുണ്ടാകുന്ന അസഹനീയമായ വേദന, കാലിലെ സ്റ്റെബിലിറ്റി കുറവ്, അതുപോലെ നടക്കാനും നിൽക്കാനും ഇരിക്കാനും ഇരുന്നിട്ട് എഴുന്നേൽക്കാനും പടി കയറാൻ പടി ഇറങ്ങാൻ, അതേപോലെ കളിക്കളത്തിൽ ആ പെർഫോമൻസ് ക്വാളിറ്റി നമുക്ക് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ജനറലി ഉണ്ടാകുന്ന പ്രസൻറ്റേഷൻ. മോസ്റ്റ് ഓഫ് ദ മെനിസ്കൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ വാഷറിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസും ക്രോണിക് ഇഞ്ചുറീസ് ആണ്. റെഗുലർ ആയിട്ടുള്ള യൂസ് കാരണം ഉള്ള വെയർ ആൻഡ് ടയർ ഓർ സ്ലൈറ്റ് കട്ട്സ് ആൻഡ് ടിയേഴ്സ് അൺട്രീറ്റഡ് ആയിട്ടിരുന്ന് വളരെ വലിയ ഇഞ്ചുറി പാറ്റേൺ ആയിട്ട് വരുന്നതാണ് ജനറലി കാണുന്നത്. സർജറി കൂടാതെ തന്നെ 80% ഓഫ് ACL ഇഞ്ചുറീസും മെനിസ്കൽ ഇഞ്ചുറീസും അതുപോലെ നീ റിലേറ്റഡ് എല്ലാ ഇഞ്ചുറീസും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ആങ്കിൾ ഇഞ്ചുറിയിൽ ഏറ്റവും കോമൺലി എല്ലാവർക്കും അറിയുന്നത് കാല് മടങ്ങിപ്പോയി, കളിച്ചപ്പോൾ കാല് മടങ്ങിപ്പോയി, നടക്കുമ്പോൾ കാല് മടങ്ങിപ്പോയി, പടി ഇറങ്ങിയപ്പോൾ കാല് മടങ്ങിപ്പോയി. ലിഗമെന്റിന് ഉണ്ടാകുന്ന പ്രാഥമിക ഗ്രേഡ് ഇഞ്ചുറി, ആങ്കിൾ ഒരു വലിയ ജോയിന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ലിഗമെന്റ്സ് അങ്ങനെ വളരെ കോമൺലി ഇഞ്ചുറി വരാത്തൊരു ഏരിയ ആണ്. ഒരു വളരെ കാഠിന്യമേറിയ ഇന്റൻസിറ്റി ഉള്ള ഇഞ്ചുറി വന്നാൽ മാത്രമേ അങ്ങനെ ഒരു വലിയ ഗ്രേഡ് ലിഗമെന്റ് ഇഞ്ചുറി വരത്തുള്ളൂ. പക്ഷെ ലിഗമെന്റിന്റെ അകത്ത് നീര് വരാം, ലിഗമെന്റിന് ട്വിസ്റ്റ് വരാം. അതാണ് ആങ്കിൾ സ്പ്രെയിൻ എന്ന് പറയുന്ന ഇഞ്ചുറി. ഇൻഫാക്ട് എല്ലാ സ്പോർട്സ് ഇഞ്ചുറിയുടെയും പ്രസന്റേഷൻ ഇൻസ്റ്റബിലിറ്റി, വേദന, ആ ജോയിന്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു കട്ടുകഴപ്പ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും പേഷ്യന്റ് വരുന്നത്. ഈ പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോ സർജറീസ് ആർ റിക്വയർഡ് ഫോർ ആങ്കിൾ ഇഞ്ചുറീസ് ഓൾസോ. തേർഡ് ജോയിന്റ് ഹിപ്പ് ജോയിന്റ്. ഹിപ്പ് ജോയിന്റിലാണ് ഒരു വേരിയേഷൻ വരുന്നത്. ഏറ്റവും കൂടുതലുള്ളത് മസിൽ പുൾ അല്ലെങ്കിൽ മസിൽ ക്രാമ്പ് കാരണമുള്ള സയാറ്റിക് നെർവിൻ്റെ പെയിൻ, കട്ട് കഴിച്ച് താഴേക്ക് മൊത്തം കാലിനെ അഫക്റ്റ് ചെയ്യുന്ന പെയിനാണ് ജനറലി ഉണ്ടാകുന്നത്. ഹിപ്പിലാണ് ആക്ച്വലി ഇഞ്ചുറി ഉണ്ടായി ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് വളരെ നന്നായിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വലിയ ജോയിന്റ് ആയതുകൊണ്ട് നീര് ഫോം ചെയ്ത് ഉറച്ചു കഴിഞ്ഞാൽ ആ പാറ്റേൺ റിലീസ് ചെയ്യാൻ മോസ്റ്റ് ഓഫ് ദ കേസസിലും സർജറി റിക്വയർമെന്റ് വളരെ ഹൈ ആയിരിക്കും. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്പോർട്സ് ഇഞ്ചുറീസിനെ പറ്റിയാണ്. സ്പോർട്സ് ഇഞ്ചുറി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഒരു അത്ലീറ്റ് അല്ലെങ്കിൽ ഒരു വളരെ ഹൈ ഗ്രേഡ് ഇന്റൻസിറ്റിയിൽ സ്പോർട്സ് ട്രെയിനിങ് എടുക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഇഞ്ചുറി എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമിക ഡെഫിനിഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ വളരെ കോമൺലി ജിമ്മ്, ടർഫ്, ഷട്ടിൽ കോർട്സ്, ഇൻഡോർ കോർട്സ്, റണ്ണിങ് ട്രാക്സ്, ജോഗിങ് ട്രാക്സ്, ഇങ്ങനെയുള്ള എല്ലാ ഡേ ടു ഡേ ഹെൽത്ത് മെയിൻ്റനൻസ് ആക്ടിവിറ്റീസിൽ പേഷ്യൻസ് അല്ലെങ്കിൽ ആൾക്കാർ ഇടപഴകുമ്പോഴും സ്പോർട്സ് ഇഞ്ചുറീസ് റിക്കറൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു സ്പോർട്സ് ഇഞ്ചുറി അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ കോമൺലി നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 7 ജോയിൻറ്റ്സ് ആണ്, 7 പ്രാഥമികമായിട്ടുള്ള സന്ധികളാണ് ഉള്ളത്. അതിലൊന്ന് കാൽമുട്ട്, നീ ജോയിൻറ്റ്, അടുത്തത് കാൽക്കുഴ, ആങ്കിൾ ജോയിൻറ്റ്, പിന്നെ ഹിപ്പ് ജോയിൻറ്റ്. ഈ 3 ജോയിൻ്റാണ് നമ്മൾ ലോവർ ലിംബ് കീഴ്ക്കാലിലേക്ക് പ്രധാനമായിട്ടുള്ള 3 ജോയിൻറ്റ്. അതിൻ്റെ മുകളിലേക്ക് വരുമ്പം നട്ടല് അല്ലെങ്കിൽ സ്പൈനൽ കോളം, ഇതാണ് 4th മിക്സർ ജോയിൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അപ്പർ ലിംബ് അല്ലെങ്കിൽ മേൽഭാഗത്തുള്ള ജോയിൻറ്റ്സ്, അതിൽ പ്രധാനമായിട്ടും ഷോൾഡർ ജോയിൻറ്റ്, തോൾക്കുഴ, കൈമുട്ട്, എൽബോ ജോയിൻറ്റ് ആൻഡ് കൈക്കുഴ, റിസ്റ്റ് ജോയിൻറ്റ്. ഇപ്പോൾ ഈ ഇത്രയും ജോയിൻറ്റ്സിലാണ് ജനറലി വളരെ കോമൺലി സ്പോർട്സ് അഫക്ഷൻ ഉണ്ടാകുന്നത്.
ഡയബറ്റിക്സ് എന്ന രോഗം മനുഷ്യരെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. പ്രമേഹം ബാധിച്ച് വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവ നമ്മളുടെ പല അവയവങ്ങളെ ബാധിക്കുന്നു. തുടക്കത്തിൽ ഒരു ചെറിയ വ്രണമായി തുടങ്ങി നമ്മുടെ അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ വരെ ഇതെത്തിക്കുന്നു. ഇതുകൊണ്ടും തീരുന്നില്ല, ഇവ നമ്മുടെ ജീവനെയും എടുത്തേക്കാം. നിങ്ങളുടെ വ്രണം ഉണങ്ങുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്താൻ വൈകരുത്. ഇന്ന് നോൺ ഹീലിംഗ് വൂൺസിന് വേണ്ടി ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി, ക്യാപ് തെറാപ്പി എന്നീ നൂതന സാങ്കേതിക ടെക്നോളജി ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് ലഭ്യമാണ്. ഇതിനായി നിങ്ങൾ മറ്റു രാജ്യങ്ങളിലൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ തിരുവനന്തപുരം ഉള്ളൂരിൽ ഇതിനായി റോയൽ വൂണ്ട് കെയർ പ്രവർത്തിച്ചു വരുന്നു. കർക്കിടക മാസത്തോടനുബന്ധിച്ച് അപ് ടു 25% ഡിസ്കൗണ്ടിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ തെറാപ്പീസും അവൈലബിൾ ആണ്. ഹലോ എവരിവൺ, ഞാൻ പറയാൻ പോകുന്നത് സെർവിക്കൽ സ്പോണ്ടൈലൈറ്റിസിനെ പറ്റിയാണ്. നട്ടലിനെ ബാധിക്കുന്ന ആർത്രൈറ്റിസ് അഥവാ തേയ്മാനം കാരണം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് സെർവിക്കൽ സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആർത്രൈറ്റിസ് നട്ടലിനെ ബാധിക്കുന്നുണ്ട്. മെയിനായിട്ട് സോറിയാറ്റിക് ആർത്രൈറ്റിസ്, അതുപോലെ ആംഗലൈസിംഗ് സ്പോണ്ടൈലൈറ്റിസ്, ഇതൊക്കെ മെയിനായിട്ട് നട്ടലിനെ ബാധിക്കുന്ന ആർത്രൈറ്റിക് കണ്ടീഷൻസ് ആണ്. മെയിനായിട്ട് പേഷ്യൻസ് പറയുന്ന കംപ്ലൈൻറ്റ്സ് എന്തെന്ന് വെച്ചാൽ പെയിൻ, സ്റ്റിഫ്നെസ് ഒക്കെ തന്നെയാണ്. അതുപോലെ ആക്ടിവിറ്റി ലിമിറ്റേഷൻസും പേഷ്യൻസ് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് പാർട്ടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പേഷ്യന്റെ സിവിയറിറ്റി അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ സെന്റേഴ്സിലെല്ലാം ഇതിനുള്ള അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ഫൈനൽ ഡീകംപ്രഷൻ തെറാപ്പി ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഫൈനൽ ഡീകംപ്രഷൻ തെറാപ്പി വഴി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കശേരുക്കൾക്കിടയിലുള്ള ആ ഒരു സമ്മർദ്ദം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഡീകംപ്രഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പൈനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും സ്പോണ്ടൈലൈറ്റിസ് പോലത്തെ കണ്ടീഷനിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നവരെ അവിടുത്തെ ഹീലിംഗ് എല്ലാം ഒന്ന് ഫാസ്റ്റ് ആവുകയും ചെയ്യും. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് നമ്മുടെ റോയൽ ഓർത്തോ കെയർ സെന്ററുമായിട്ട് ബന്ധപ്പെടാം.